സൈഫർ കേസുമായി ബന്ധപ്പെട്ട് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറേഷിയെയും 10 വർഷം തടവിന് ശിക്ഷിച്ചു. അധികാരത്തിലിരിക്കെ രാജ്യത്തിന്റെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിലാണ് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും മുൻ വിദേശകാര്യമന്ത്രി ഷാ മഹ്മൂദ് ഖുറൈഷിയെയും ശിക്ഷിച്ചത്. പാകിസ്ഥാനിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ തെഹ്രികെ ഇൻസാഫ് തലവൻ കൂടിയായ ഇമ്രാനെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചത്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഇമ്രാനെതിരെയുള്ള 150ഓളം കേസുകളിലൊന്നാണ് സൈഫർ കേസ്. വാഷിംഗ്ടണിലെ പാക് സ്ഥാനപതിയും ഇസ്ലാമാബാദിലെ വിദേശകാര്യ മന്ത്രാലയവും തമ്മിലുള്ള നയതന്ത്ര രേഖയിലെ വിവരങ്ങൾ 2022 നടന്ന ഒരു പാർട്ടി റാലിയിൽ ഇമ്രാൻഖാൻ വെളിപ്പെടുത്തിയെന്നതാണ് കേസ്. 2022 ഏപ്രിലിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്തായത്. 2023 ഓഗസ്റ്റിലാണ് ഈ കേസിൽ ഇമ്രാനും ഖുറേഷിയും അറസ്റ്റിലായത്. ജയിലിൽ വെച്ചാണ് വിചാരണ പൂർത്തിയായത്. സ്പെഷ്യൽ കോടതി വിധിക്കെതിരെ ഇമ്രാൻഖാന് അപ്പീല് പോകാനാകും. ഇന്റർനാഷണൽ ഡെസ്ക് 24.